നല്ല ടേസ്റ്റിയും പ്രോട്ടീൻ റിച്ചും ആയിട്ടുള്ള അടദോശ കഴിച്ചിട്ടുണ്ടോ? സാധാരണ ദോശ ബാറ്ററിൻ്റെയോ ഇഡ്ലി ബാറ്ററിൻ്റെയോ ഇൻഗ്രീഡിയൻസ് അല്ലാതെ അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീനും ചേർത്ത് കുറച്ച് സ്പൈസ് അപ്പ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഈ ദോശ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് വളരെയധികം നല്ലതാണ്. സൗത്ത് ഇന്ത്യയിലെ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിലാണ് ഇത് കൂടുതലായും പ്രചാരത്തിലുള്ളത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ആദ്യം ഇതിനു വേണ്ടി നമുക്ക് കുതിർത്ത് വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി 1 കപ്പ്, ചെറുപയർ 1/2 കപ്പ്, ഉഴുന്നുപരിപ്പ് 1/2 കപ്പ്, കടലപ്പരിപ്പ് 1/2 കപ്പ്, തുവരപ്പരിപ്പ് 1/4 കപ്പ്, പിന്നെ പുഴുങ്ങലരി അതൊരു 1/4 കപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു 4-5 തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിർക്കാൻ വെക്കണം. കുതിർക്കാൻ വെക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. 5-6 ചുമന്ന മുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ നല്ല എരിവുള്ളതായതുകൊണ്ട് 6 എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കുതിർത്ത് വയ്ക്കാൻ. ഈ ചെറിയ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് കുതിർത്ത് വെക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. അത് നമ്മൾ അരയ്ക്കുമ്പോൾ അതിലെ സത്തെല്ലാം പെട്ടെന്ന് ബാറ്ററിലേക്ക് ഇറങ്ങിക്കിട്ടും. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം. അറിയാലോ, അതിൽ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ സൈസിന് ഡബിൾ ആവും, കുറച്ച് വലുതാവും. അപ്പോൾ അതും കൂടെ കണക്കാക്കി വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഇതിന് സോക്കിംഗ് ടൈം, കുതിർത്ത് വെക്കുന്ന സമയം ശരിക്കും 4 മുതൽ 6 മണിക്കൂർ വരെ മതി. പക്ഷെ ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പോവാണേ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതിലുള്ള വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അരയ്ക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. ഇനി ഇത് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. കുതിർക്കുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഇനി ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി, 1/2 കപ്പ് ചിരകിയെടുത്ത തേങ്ങ, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് ഒരുമിച്ച് അരയ്ക്കുകയാണ്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 ബാച്ചസ് ആയിട്ടാണ് അരച്ചെടുത്തത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒരു തരിതരിപ്പുള്ള പാകത്തിനാണ് അരച്ചെടുത്തത്, അല്ലാതെ ഇഡ്ലി ബാറ്റർ പോലെ സ്മൂത്ത് അല്ല കേട്ടോ. പക്ഷേ കൺസിസ്റ്റൻസി ഇഡ്ലി ബാറ്റർ പോലെയാണ് വേണ്ടത്. ഇനി ഈ ബാറ്ററിലേക്ക് പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി, 2 തണ്ട് കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ട്രഡീഷണലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിപ്പിയിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ ആൾക്കാർ അതും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. മല്ലിയില അതൊക്കെ തൂവി കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് അരച്ചെടുത്ത മിക്സി കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അടദോശയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഫെർമെന്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു, ഉപ്പും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഗ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നെയ്യും വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ ഇതിനു വേണ്ടി. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കുഴിയുള്ള ഒരു തവിയിൽ നിറയെ മാവ് എടുത്ത് ചട്ടിയിൽ പരത്തിയിട്ടുണ്ട്. ഈ ദോശ അധികം തിക്കും ആവാൻ പാടില്ല, അധികം തിന്നും ആവാൻ പാടില്ല. ആ ഒരു പാകത്തിന് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. വേണമെങ്കിൽ അടച്ചോ അടയ്ക്കാതെയോ അത് നിങ്ങളുടെ ഇഷ്ടം, അങ്ങനെ വേവിച്ചെടുക്കാം. ഒരു സൈഡ് പാകമായി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മീലിൽ ഒരു പ്രാവശ്യം ഡെയിലി ഇത് ഉണ്ടാവുമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനൊക്കെ നല്ലതായിട്ട് ചേർത്തുകൊണ്ട് കുറേ നേരത്തേക്ക് വിശക്കുകയില്ല ഇത് കഴിച്ചാൽ. ഒരു 2 ദോശയൊക്കെ കഴിച്ചാൽ. അരിയുടെ അളവ് കുറച്ചിരുന്നു കേട്ടോ. മറ്റുള്ള പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂട്ടുക ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ വെയിറ്റ് ലോസിലാണെങ്കിൽ. മറ്റേ സൈഡും കൂടെ പാകമായാൽ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇത് മുരിച്ചെടുക്കാറില്ല കേട്ടോ സാധാരണ. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ
അത്ര ടേസ്റ്റ് നമുക്ക് തോന്നില്ല. എനിക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഇഷ്ടം പച്ചമുളക് അരച്ച ചമ്മന്തിയും, ലൂസല്ല കേട്ടോ, കുറച്ച് കട്ടിക്കുള്ളത്, പിന്നെ തക്കാളി ചട്നിയും. നിങ്ങൾ എന്താ അതിൻ്റെ കൂടെ കഴിക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.